ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ദോഹയിലെ പ്ലാസ ഹോളിനി എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറിയുടെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്നത്. അപ്പം ശരിക്കും ഒരു കാട് പോലെയാണ്. അപ്പം നിങ്ങൾ നഴ്സറി വിസിറ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് വാങ്ങിയില്ലെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും ഇവിടുത്തെ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം ഹെൽത്തി ആണ്. പോരാത്തതിന് നല്ലൊരു ഇവിടെയുള്ള ആൾക്കാർ കസ്റ്റമർ കെയർ സർവീസും കൂടെ കിടിലനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ഫുള്ളായിട്ട് കാണാൻ തന്നെ നമുക്ക് 2-3 മണിക്കൂർ തന്നെ വേണം. അത്രയധികം പ്ലാന്റ്സ് ഉണ്ട്. കുറേ നമുക്ക് വെറൈറ്റി ആയിട്ട് ഖത്തറിൽ കിട്ടില്ല എന്ന് വിചാരിച്ച എല്ലാ പ്ലാന്റ്സിൻ്റെയും കളക്ഷൻ ഇവിടെ ഉണ്ട്. അതും ഒരു പ്ലാന്റ്സിൻ്റെ തന്നെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് അവിടുത്തെ ഇതെല്ലാം ഞാൻ ഒരു തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം കേട്ടോ പറയുന്നത്. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് എല്ലാം കാണാം. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചെടികൾ ഉള്ളതെന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുന്നില്ല, കാരണം റേറ്റ് അവർ എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഓക്കെ, നമ്മളുടെ പ്ലാസ ഹോളിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ അവർ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, പലതരം ഡിസൈൻസിലുള്ളത്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് അവരതുപോലെ സെറ്റ് ചെയ്ത് തരും. അതിനുശേഷം ഇവിടെ 3 എൻട്രൻസ് ആണുള്ളത്. 3 എൻട്രൻസിലും വേറെ വേറെ ഡിസൈൻസിലാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു എൻട്രൻസിലൂടെ പതുക്കെ ഉള്ളിലോട്ട് കയറാം. എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കൊച്ചും 2 ഫിഷും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെയിലിന് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നതാണ്. അവർ ഓർഡർ ചെയ്ത ഐറ്റംസിലൊക്കെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്, സോൾഡ് എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ചാണുള്ളത്. ആ ആർച്ചും അവിടെ സെയിലിന് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒത്തിരി പ്ലാന്റ്സ് പോട്ടിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തൂടെയാണ് നമ്മളിപ്പോൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഫുൾ ഔട്ട്ഡോർ ഗാർഡനിലേക്കുള്ള സംഭവങ്ങളാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മരത്തിന് ചുറ്റുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓറഞ്ചിൻ്റെ ഒക്കെ ഉള്ളതൊക്കെ നല്ല ഫ്രൂട്ടോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ പ്ലാന്റ്സിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ബാർകോഡും എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ വാട്ടർ ഫൗണ്ടെയിൻസും നമ്മളുടെ പുറത്ത് നമുക്ക് ചെറിയ കുളങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അവർ സിമൻറ്റിൻ്റെ പോട്ടിലും അതുപോലെ ടെറാക്കോട്ടയിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള വാട്ടർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏത് സൈസിലുള്ള പോട്ട് വേണം അതിനനുസരിച്ചുള്ള എല്ലാ പോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഇല്ലിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ അവർ ഭംഗിയായിട്ടൊരു പോട്ടിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറുമ്പോഴുള്ള ആംബിയൻസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഔട്ട്ഡോറിൽ ഫുൾ നമ്മളുടെ ലെമണും ഓറഞ്ചൊക്കെ ഓറഞ്ചൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഔട്ട്ഡോറിൽ നമുക്ക് ഔട്ട്ഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ സംഭവമൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ വലിയ മരങ്ങൾ വരെ അവർ നമുക്ക് എല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും. നല്ല രസമാണ്. ഇവിടുന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അപ്പുറത്തെ സൈഡിലേക്കും ഒത്തിരി ഔട്ട്ഡോർ സെക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇൻഡോർ സെക്ഷനിലുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട്, അത് നമുക്ക് കാണാം. അത് കണ്ടതിന് ശേഷം നമുക്ക് ഔട്ട്ഡോർ വീണ്ടും കാണാം. ഓക്കെ,
ഇതല്ലേ, ഇത് കണ്ടോ, നല്ല രസമല്ലേ? ഇത് ആക്ച്വലി മരത്തിൻ്റെ കമ്പ് വെച്ചിട്ടാട്ടോ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇത് എന്താണ് സംഭവം? ആദ്യം ഡി ഇതാ വന്നേ, നല്ല ഭംഗിയുണ്ട്. അത് അവർ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് സെയിലിന് വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ നേരെ ഇതിനകത്തേക്ക് കയറി കഴിയുമ്പം ഫുൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ സെയിം ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അവർ ഡോർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതുപോലത്തെ സൈക്കിളാട്ടോ. ഇതിങ്ങനെ കുറേ കോർണേഴ്സിലും ഏരിയാസിലൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് മണി പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തൂക്കിയിട്ടേക്കാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതവരുടെ മെയിൻ അട്രാക്ഷനാണ്. അതുപോലെ അവർ ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ഒരു സെക്ഷനിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സക്കുലൻസ് മേടിക്കാനാണെങ്കിൽ സക്കുലൻസിൻ്റെ ഈ ഫുൾ സെക്ഷൻ സക്കുലൻസ് ആണ്. അതും എല്ലാ സക്കുലൻസിൻ്റെ എല്ലാ വെറൈറ്റിയും അവരത് ഓർണമെൻ്റൽ ടൈപ്പിൽ ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല, നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടിൽ മതിയെങ്കിൽ അതും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അല്ലാതെ തന്നെ ഇവിടെ സിമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പോട്ട് ഇതുപോലെ ഇതൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വേണേലും മേടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് പോട്ടിൽ മാത്രമായിട്ട് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോട്ട് മേടിച്ച് നമ്മുടെ ഇഷ്ടമുള്ള പോട്ടിനകത്ത് സെറ്റ് ചെയ്യാം. അത് നല്ല രസമാണ്. അവരത് ഞങ്ങളിപ്പോൾ മോർണിംഗ് ആണ് പോയത്, അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ അവർ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂജ് കളക്ഷനാണ് കേട്ടോ. ഈ ഒരു പ്ലാസ ഹോളണ്ട് ഈ ഒരു നഴ്സറി ഗാർഡൻ കണ്ട് തീരാൻ തന്നെ 2-3 മണിക്കൂർ എടുക്കും. ഞാൻ പല ഏരിയാസും പിന്നെയും കവർ ചെയ്യാതെയൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം നമ്മൾ നടന്ന് കുറേ നടക്കാനുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു നഴ്സറിയിലെ എല്ലാ പ്ലാന്റ്സും പോളണ്ടിൽ നിന്ന് അവർ ഇമ്പോർട്ടഡ് ആണ്. പിന്നെ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്, ഏത് പ്ലാന്റ്സ് എടുക്കണം, അതിൻ്റെ വാട്ടറിങ്, പ്രൊപ്പഗേഷൻ, ലൈറ്റ്, ഏത് തരത്തിലുള്ള ലൈറ്റിലാണ് നമ്മൾ വെക്കേണ്ടത്, എല്ലാം അവർ പറഞ്ഞു തരും. സ്നേക്ക് പ്ലാന്റിൻ്റെ ഹ്യൂജ് കളക്ഷനാണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ഹ്യൂജ് കളക്ഷൻ മാത്രമല്ല, എല്ലാ സൈസിലുള്ള പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെറിയ സ്നേക്ക് പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ ചെറുതുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ പ്ലാന്റ്സും ഉണ്ട്. സിസി പ്ലാന്റിൻ്റെ ഒക്കെ ചെറിയതും വലിയതും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അവരെല്ലാം ഒരു പ്ലാസ്റ്റിക് പോട്ടിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടെറാക്കോട്ടയുടെയും സിമെൻറ്റിൻ്റെയും അതല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ ഫുൾ ഫേൺസ് ആണ് കേട്ടോ. ഫേൺസിൻ്റെ എല്ലാ വെറൈറ്റീസും തന്നെ ഓൾമോസ്റ്റ് അവിടെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അവർ വെച്ചിരിക്കുന്ന ആ ഒരു ബേസ് എന്ന് പറയുന്നത് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബേസാണ് കേട്ടോ. ഈ ഫേൺസ് ഒക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയായിരുന്നു. അതിൻ്റെ റൂട്ട്സ് ഒക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫേണാണ്. പിന്നെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് എന്നാണ് ഇമ്പോർട്ട് ചെയ്ത് അവരെ നഴ്സറിയിൽ എപ്പോഴാണ് വന്നതെന്നുള്ളതെല്ലാം അവർ പറഞ്ഞു തരും. നല്ല കസ്റ്റമർ സർവീസാണ്. ഡ്രസ്സിന പ്ലാന്റിൻ്റെ ഒക്കെ നല്ല വലിയ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ 2-3 വെരിഗേഷനൊക്കെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നല്ല വലിയ പാം ട്രീ ഒക്കെ ഉണ്ട് അവിടെ. എല്ലാം നല്ല ഭംഗിയുള്ള പോട്ടിനകത്ത് പ്ലാസ്റ്റിക് പോട്ടിലാക്കിയിട്ടാണ് അവരിത് വെച്ചിരിക്കുന്നത്. വലിയൊരു കാടിനകത്തോടെയൊക്കെ വരുന്ന പോലില്ലേ?
ഇവർ ഈ ഫ്ലോറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണുന്നത് തന്നെ നല്ല ഭംഗിയാട്ടോ. ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പൊടി പോലും തറയിലില്ല. അതുപോലെ ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്ര അധികം സ്റ്റാഫും അവർക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കുറേ സമയമായിട്ട് അന്വേഷിച്ച് നടന്നിരുന്നൊരു പ്ലാന്റ് എനിക്കിവിടെ കിട്ടിയായിരുന്നു. പക്ഷെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. അത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെയാണ്. നമ്മളുടെ പെപ്പറോമിയ പീലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഞാനിത് കുറേ അന്വേഷിച്ച് നടന്നിരുന്നു. അതും ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആണ്, വലിയ പ്ലാന്റ് ആണ്. ആ വലിയ പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നഴ്സറികളിൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുപോലെ നമ്മളുടെ ആന്തൂറിയത്തിൻ്റെ വലിയൊരു കളക്ഷനാണ് അവിടെ ഉള്ളത്. കളക്ഷൻ മാത്രമല്ല, ഞാൻ ഇതുവരെ കാണാത്ത കളേഴ്സിലുള്ള ആന്തൂറിയം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷൻ മാത്രമല്ല, അപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സെക്ഷനിലും ആന്തൂറിയം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ ഡംകെയിൻ വെറൈറ്റീസും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. കലാത്തിയുടെ ഒക്കെ ഇഷ്ടം പോലെ വെറൈറ്റി പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇംഗ്ലീഷ് ഐവി ആണ്. ഇത് 2 പോട്ടിലായിട്ട് അവരിങ്ങനെ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി അവർ ഓർഡർ ചെയ്തതിനനുസരിച്ച് കുറേ പ്ലാന്റ്സ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്പൈഡർ പ്ലാന്റും 2-3 വെറൈറ്റി സ്പൈഡർ പ്ലാനൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഉള്ളതാട്ടോ ഇത്. ഇത് അവരിങ്ങനെ ഒരു മരത്തിൻ്റെ ശരിക്കുള്ള മരത്തിൻ്റെ കമ്പാണ്. അതിനകത്ത് കുറേ സക്കുലൻസും അതുപോലെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. താഴെ ഓർണമെന്റൽ സ്റ്റോൺസും ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ CC പ്ലാന്റ് ഒക്കെ കുറച്ച് വലുതാണ്. അതവർ 3 എണ്ണമായിട്ട് ഇങ്ങനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോട്ടിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെയാണ് നമ്മളുടെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സ് ഞാനിവിടെ വേറെ ഒരു നഴ്സറിയിലും കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ കുഞ്ഞു പ്രാണികളെയൊക്കെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ് പിക്ചർ പ്ലാൻ സംതിങ് ആണ് ഇതിൻ്റെ പേര്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ പ്ലാന്റ് ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഈ ഒരു നഴ്സറിയിൽ മാത്രമാണ് ദോഹയിൽ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 1-2 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അട്രാക്ഷൻ ആട്ടോ ഈ ഒരു ഇതൊരു കുതിരവണ്ടിയുടെ ഒക്കെ ഒരു മോഡലിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫുള്ള് പ്ലാന്റ്സും നമ്മളുടെ വാഴയുടെ ഒക്കെ ഒരു ഓർണമെന്റൽ പ്ലാന്റ് പോലത്തെ ഒരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ഒരു കോർണറിൽ കൂടെ അവർ ഫുൾ പോട്ട്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ടെറാക്കോട്ടയുടെയും സിമെൻറ്റിൻ്റെയും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാ തരം പോട്ട്സും ഉണ്ട്. ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ ഒന്നും റേറ്റ് പറയുന്നില്ല, കാരണം കുറേ എണ്ണത്തിലൊന്നും അവർ റേറ്റ്സ് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് മെൻഷൻ ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് മണി പ്ലാന്റ് ആണെങ്കിൽ
മണി പ്ലാന്റിൻ്റെ പലതരം വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ പല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബാംബൂ സ്റ്റിക്കിനകത്തൂടെ കയറ്റി വിട്ടിരിക്കുന്നതും ഹാങ്ങിങ് ആയിട്ടുള്ളതും ബുഷി ആയിട്ട് ഹാങ് ചെയ്തിരിക്കുന്നതും കുറച്ച് മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തിട്ട് അവരിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏത് രീതിയിൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഹോമിൽ വെക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അതുപോലെയൊക്കെ അവർ സെറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വീട്ടിൽ വേണമെങ്കിൽ അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഈ പോട്ട് ഇതെല്ലാം ടെറാക്കോട്ടയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ഹ്യൂജ് ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. അതൊക്കെ അവർ സെറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് ഈ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്ത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. പിന്നെ ഇതിൻ്റെ കുറേ ഏരിയാസിൽ ഇതുപോലെ ബിഗോണിയ ആട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിഗോണിയുടെ ഹ്യൂജ് കളക്ഷനാണ്. അതും ഞാൻ ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റി ബിഗോണിയ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഞാനൊരു ഫ്രൈഡേ മോർണിംഗിലാണ് പോയിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്തത്. കാരണം ഫ്രൈഡേ മോർണിംഗിൽ ഇവിടെ ലീവ് ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരിക്കും മോർണിംഗ് ടൈമിൽ. അപ്പം ആ കിട്ടിയ 2 hours ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. കാരണം തിരക്കും കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ആ സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റി. പിന്നെ അവർ പറഞ്ഞു ജസ്റ്റ് തേഴ്സ്ഡേ ഈവനിങ്ങിൽ കുറേ സംഭവങ്ങൾ അവിടെ വന്നിട്ട് പുതിയതായിട്ട് ഇമ്പോർട്ടഡ് ആണ്. തേഴ്സ്ഡേ ഈവനിങ് വന്നതായിരുന്നു ഈ റോസസ് ഒക്കെ. അപ്പം നമ്മൾ റോസൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അവർ നമ്മളോട് ചോദിക്കും ഏത് പേർപ്പസിനുള്ളതാണ്, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണോ, ജസ്റ്റ് റോസ് ഫ്ലവേഴ്സ് മാത്രമാണോ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എങ്ങാനും പോവുകയാണെങ്കിൽ തന്നെ അവർ പറയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അവർ തന്നെ അതിനകത്തൊന്ന് സെലക്ട് ചെയ്ത് തരും. ഈ റോസിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇതിൻ്റെ 2-3-4 കളേഴ്സ് ഉണ്ട് കേട്ടോ. യെല്ലോ ഒക്കെ ഉണ്ട്. യെല്ലോ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ റോസൊക്കെ അത്രയും സെക്യൂർ ചെയ്തിട്ടാണ് അവർ പ്ലാസ്റ്റിക് വെച്ച് റാപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സോയിലൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ. കാരണം അത് ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് അവരത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ വീടിൻ്റെ ഔട്ട്ഡോറൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ സീറ്റിങ് അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അവിടെ അതിനകത്തും അവർ കുറേ സക്യുലൻസ് ഒക്കെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ കുഞ്ഞു പോട്ടിനകത്താട്ടോ ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. എല്ലാത്തരം സക്യുലൻസും തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് ഹാങ്ങിങ്സ് പലയിടങ്ങളിലായിട്ട് അവർ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് സെയിലിനുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് പ്രൈസ് ടാഗ് കണ്ടായിരുന്നു. പിന്നെ അവരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നല്ല കിടിലനാണ് കേട്ടോ. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതും. അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഇവരുടെ വാട്ടർ പ്രൊപ്പഗേഷൻ്റെ സ്റ്റേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ അവർ കുറേ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സും ഇട്ട് വെച്ചിട്ടുണ്ട്.
അത് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റ് ട്യൂബ് പോലത്തതിനകത്ത് ശരിക്കും വാട്ടർ പ്രൊപ്പഗേഷൻ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമുക്കൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതെല്ലാം ഓരോ ടെസ്റ്റ് ട്യൂബ്സ് ആണ്. ആ ടെസ്റ്റ് ട്യൂബിനകത്താണ് അവർ പ്ലാന്റ്സ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബാമ്പൂവിൻ്റെ സ്റ്റിക്കെല്ലാം നല്ല ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ച ഓർണമെൻ്റൽ ഡെക്കറേറ്റീവ് ഐറ്റം ആക്കിയിട്ടൊക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട്. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. അതുപോലെ ഫിഡിൽ ലീഫ് പിഗ് പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ ചെറിയ പ്ലാന്റും അതുപോലെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്ലാന്റും ഒക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ കുഞ്ഞു വാട്ടർ ഫൗണ്ടെയിൻസ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വാട്ടർ ഫൗണ്ടെയിൻസിൻ്റെ തന്നെ ചെറുതും വലുതും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു വാട്ടർ പ്രൊപ്പഗേഷൻ സ്റ്റേഷനാണ്. അതിനകത്ത് കുറേ മണി പ്ലാന്റ്സ് ഒക്കെ അവർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഔട്ട്ഡോർ ഗാർഡനിലേക്കുള്ള കുഞ്ഞു ബെഡും അതുപോലെ ബെഞ്ചസും ഇതുപോലത്തെ മൃഗങ്ങളും അതൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം സെയിലിനുള്ളത് തന്നെയാണ്. നമ്മൾ പ്രൈസ് അവരോട് ചോദിക്കുമ്പം അവർക്കൊരു പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി ബാർകോഡ് അനുസരിച്ചിട്ടാണ്, അത് നോക്കിയിട്ടാണ് അവർ പ്രൈസ് പറഞ്ഞു തരുന്നത്. ഇംഗ്ലീഷ് ഐയുടെ ഹ്യൂജ് കളക്ഷനാണ് കേട്ടോ. ഇവിടെ മോളിൽ നിന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നല്ല ടോപ്പിൽ നിന്നാണ് അത് താഴെ വരെ വളർന്ന് ഹാങ് ആയിട്ട് കിടക്കുന്നുണ്ട്. Like a bird on a tree, I'm just sitting here. ഈ ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനത്തെ ഡെക്കറേറ്റീവ് പീസസ് ആണ്. ക്രിസ്റ്റൽസിൻ്റെ ഫ്ലവർ വേസും അതുപോലെ കുഞ്ഞ് ഡെക്കറേറ്റീവ് ബോൾസും ബൗളുകളും ഇതുപോലത്തെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന അനിമൽസൊക്കെയാണ്. ഈ അനിമൽസ് എല്ലാം നല്ല സിമൻറ്റ് വെച്ചിട്ടുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഫ്ലവർ പോട്ട്സ് ഒക്കെ. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഔട്ട്ഡോർ സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ ഔട്ട്ഡോർ സെക്ഷനിൽ അവർ ഗ്രീൻ ഹൗസ് ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് ഫുൾ പ്ലാന്റ്സ്. ഇതൊരു ഹ്യൂജ് സെക്ഷനാണ്. ഇവിടെ വലിയ ട്രീസും ഉണ്ട് പ്ലാന്റ്സും ഉണ്ട്. എല്ലാം തന്നെ അവർ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രീൻ ഹൗസിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളും ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പ്ലാന്റ് തന്നെ പലതരം വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അതും പല സൈസിലുള്ളതുണ്ട്. അതിനനുസരിച്ച് റേറ്റും ഡിഫറെൻ്റ് ആണ്. ബിഗോണിയ ഇൻഡോറിലും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ടാണ് അവരിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹ്യൂജ് കളക്ഷനാണ് ഇവിടെ ഉള്ളത്.
ഈ ഒരു സെക്ഷനിലായിട്ട് അവർ മെഡിസിനൽ പ്ലാന്റ്സ് കൂടുതലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സെക്ഷൻ ഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് മെഡിസിനൽ പ്ലാന്റ്സ് മാത്രമായിട്ടാണെങ്കിൽ ആ ഒരു സെക്ഷനിൽ മാത്രമായിട്ട് മേടിച്ചാൽ മതി. like a ഇവിടെ ഇങ്ങനെ ഓറഞ്ചും ലെമണിൻ്റെ ഒക്കെ ഭയങ്കര മണമാണ്. അതുപോലെ ആ ഒരു ട്രീ ഫുള്ളായിട്ട് അവർ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ആ പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളുടെ ഈ ചെടിയിൽ നിന്നുണ്ടല്ലോ കുഞ്ഞ് പീസൊക്കെ താഴെ വീണിട്ട് അതൊക്കെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണാണ്, അതൊക്കെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ദേ ഓറഞ്ചൊക്കെ ഇങ്ങനെ മിനിയേച്ചറായിട്ട് കേട്ടോ ബോൺസായി പോലെ അവർ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? ഓറഞ്ചാണിത് ശരിക്കും. ഇതിനകത്തൊക്കെ ഓറഞ്ച് ഉണ്ട്. ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ ഓറഞ്ചാണ്. നമ്മളുടെ എന്താ ഈ പുഴയിലും ഇതിൽ കാണുന്ന അതുപോലുള്ള വാട്ടർ പ്ലാന്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതേ ഇത് പേര് എനിക്കറിയില്ല. ഫസ്റ്റ് ഇതേ ഇതിങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണ്. നല്ല രസമില്ലേ? വിട്ടെ, അതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. നല്ല രസമുണ്ട്. ഈ ഒരു സെക്ഷനിൽ ഫുൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് റോസ് അല്ല, വേറെ ഏതൊരു പ്ലാന്റ് പേര് അറിയത്തില്ല. ആ ഒരു സെക്ഷൻ ഫുൾ അങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇവിടെ ഫുൾ വെജിറ്റബിൾസ് ആണ്. അതിൻ്റെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഏത് ടൈപ്പിലുള്ളതാണ് എല്ലാം അവർ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഔട്ട്ഡോറിൻ്റെ ഒരു സെക്ഷനിൽ തന്നെ വലിയ മരങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അത് കൂടുതലും അവർ ഓരോരുത്തരുടെ പേര് എഴുതി ലേബൽ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം അത് സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് പലരും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഇവർക്ക് ഓൺലൈൻ സ്റ്റോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം പലരും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവർ അതങ്ങനെ റിസർവ്ഡ് ഇതുപോലൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോർണറിലായിട്ട് ഇവർ ഫുൾ ഇവിടെ പോട്ട്സ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിമെൻറ്റിൻ്റെയും ടെറാക്കോട്ടയുടെയും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ പോട്ട്സ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇവർ ഈ ഒരു ഷെൽഫിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾക്കിത് മുഴുവൻ നടന്ന് ഞാൻ കുറേ ഏരിയയൊക്കെ എന്നിട്ട് മിസ്സായി പോയായിരുന്നു. അത്ര അധികം ഹ്യൂജ് ആയിട്ടുള്ള ഏരിയ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡോറിനകത്തും ഇതുപോലെ പോട്ട്സ് ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു റഫ് ലുക്കിലുള്ള പോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡോറിൽ വെക്കുമ്പം ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും. പോരാത്തതിന് ഇവിടെ എല്ലാ സോയിലും ഫെർട്ടിലൈസറും ഒക്കെ അവൈലബിൾ ആണ്. ഓരോ പ്ലാന്റ്സിനും വേണ്ടിയിട്ടുള്ള സോയിൽ സെപ്പറേറ്റ് ചെയ്തവർ വെച്ചിട്ടുണ്ട്. ഡെക്കറേറ്റീവ് സ്റ്റോൺസും എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ. സത്യത്തിൽ ഇതിനൊന്നും ഇറങ്ങാൻ തോന്നുന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ 11 o'clock ആകുമ്പോൾ അവർ ഫോർ 1.5 hours ക്ലോസ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഗാർഡൻ ടൂറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.